ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു, എങ്ങനെയാണ് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എന്തൊക്കെ ആ ടൈമിൽ കഴിച്ചു, എൻ്റെ ഡയറ്റ് ഞാൻ ഏതൊരു രീതി ഫോളോ ചെയ്തിട്ടാണ് ഡയറ്റ് എടുത്തതെന്നാണ്. ഞാൻ ഡയറ്റ് എടുത്തത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എടുത്തത്. അത് ഞാൻ ഒരു യൂട്യൂബിൽ കയറിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കണ്ടു. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഏറ്റവും സിമ്പിൾ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഭയങ്കര കഷ്ടപ്പാടാണ് എങ്കിലും അതിൽ നമുക്ക് പെട്ടെന്നൊരു എഫക്റ്റീവ് ആവുകയും ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യണം. എന്നാൽ നമുക്ക് വലിയ ക്ഷീണമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് 8:16 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഫോളോ ചെയ്തത്. ആദ്യം ഞാൻ ചെയ്തത് പോർഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് ആദ്യം ട്രൈ ചെയ്തത്. ഫസ്റ്റ് എടുത്ത് ചാടി അങ്ങ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ പോർഷൻസിനെ കൺട്രോൾ ചെയ്തു. പോർഷൻ കൺട്രോൾ ചെയ്തത് 3 ദോശ കഴിക്കേണ്ട സ്ഥാനത്ത് 2 ദോശ അല്ലെങ്കിൽ 2.5 ദോശ, അങ്ങനെ ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 4 നേരവും ചോറ് കഴിക്കുന്ന ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കുക, നൈറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് സാലഡ് പോലുള്ള എന്തെങ്കിലും കഴിക്കുക. ഇങ്ങനെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വെയിറ്റ് ആദ്യം ചെക്ക് ചെയ്ത്, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയും. കാര്യം നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതാണ് ആദ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 1-2 കിലോ ഒക്കെ പെട്ടെന്ന് തന്നെ കുറയും. പിന്നെയാണ് ഫാറ്റ് ലോസിലോട്ട് പോകുന്നത്. അതാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു, അതാണ് പോകാനായിട്ടുള്ള പാട്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 10:30 തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് തീർക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ എടുത്തത്. 10:30 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിനകത്ത് ഞാൻ മുട്ട എടുക്കുമായിരുന്നു, ഡെയിലി കഴിക്കുമായിരുന്നു. പിന്നെ ദോശ, വീട്ടിലുള്ളത് തന്നെ, ദോശയാണെങ്കിൽ ദോശ, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, അതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ കഴിച്ചു പോയിക്കൊണ്ടിരുന്നത്. രാവിലെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ തുടങ്ങുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഹെവി ഫുഡ് എടുക്കാതെ ജസ്റ്റ് എന്തെങ്കിലും ക്യുക്കമ്പർ ജ്യൂസോ എന്തെങ്കിലും ജ്യൂസസ് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ഹെവി ഫുഡ് കഴിക്കാതെ ഇരിക്കുക, അതാണ് ആദ്യം നോക്കേണ്ട കാര്യം. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫ്രൂട്ട് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം, ഒരു ഫ്രൂട്ട്സ് കഴിച്ചിരിക്കണം. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ലഞ്ച് ടൈം ആകും, ഒന്നെങ്കിൽ ഈവനിങ് കഴിക്കുക. എപ്പോഴായാലും ഒരു ഫ്രൂട്ട് എന്തായാലും എടുത്തിരിക്കണം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴും ഞാൻ അതിലും ഈ ചിലത് ഭയങ്കര ഷുഗറിയാണ്, നാച്ചുറൽ ഷുഗർ ആണെങ്കിലും അതിൽ നമ്മൾ കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ കണ്ടന്റ് വരും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അത് നോക്കിയിട്ടില്ല. ഞാൻ കൂടുതലും പഴം, നമ്മുടെ ബനാനയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കൂടുതലും. എൻ്റെ വീട്ടിൽ അതാണ് കൂടുതൽ വാങ്ങിക്കാറ്, ഞാൻ അത് തന്നെയാണ് കഴിച്ചത്. പിന്നെ പയർ, നമ്മുടെ പച്ചപ്പയർ, അതിനെ മുളപ്പിച്ച് കഴിക്കും. എനിക്ക് ഈ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുളപ്പിച്ച് അങ്ങനെ കഴിക്കാറില്ല. അതിന് പകരം നമ്മുടെ പച്ചപ്പയർ സാധാരണ വേവിച്ചിട്ട് അത് കുറച്ച് സാലഡിൻ്റെ കൂടെ കഴിക്കും. കടല, വെള്ളക്കടലയും കഴിക്കാറുണ്ട്, ഞാൻ കറുത്ത കടലയും കഴിക്കാറുണ്ട്. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ മുട്ട ഇതുപോലെ തന്നെ സാലഡാക്കി ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് മടുപ്പില്ലാത്ത രീതിയിൽ എൻ്റെ ഡയറ്റ് കൊണ്ടുപോകണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ മുട്ട എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് വലിയ മടുപ്പൊന്നും ഇല്ലായിരുന്നു, നല്ല സുഖമായിട്ട് ഞാനത് കൊണ്ടുപോയി. ഷുഗർ എന്തായാലും കട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാം. ഷുഗർ കട്ട് ചെയ്യുക, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് ആഗ്രഹമെങ്കിൽ ഷുഗർ എന്തായാലും കട്ട് ചെയ്യുക. അല്ലാതെ ഞാൻ ഷുഗർ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുക അങ്ങനെയില്ല. ഇപ്പോൾ ഡയറ്റ് ഒന്നും എടുക്കാത്ത ഒരാളാണ്, എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം, എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് മധുരം കഴിക്കുന്നതിൽ പ്രശ്നമില്ല. കാര്യം ബാക്കിയുള്ള ദിവസമല്ല അത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കുറച്ച് മധുരം വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 6 മണി അല്ലെങ്കിൽ 6:30-ക്കുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് നൈറ്റ് തീർക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് മധുരം ഇടാതെ ഗ്രീൻ ടീ കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, അങ്ങനെയുള്ളത് വെള്ളം പോലുള്ളത് നമുക്ക് കുടിക്കാം. പക്ഷേ ഒരു യൂട്യൂബർ റെഫർ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് ഈ നൈറ്റ് പ്രത്യേകിച്ച് വെള്ളം പോലും കുടിക്കാതിരിക്കുക, അതുപോലെ നമ്മളെ വെയിറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുന്നവരൊരു കാര്യമാണ് ആ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർമീഡിയറ്റ് ചെയ്തപ്പോൾ ഈ പറയും പോലെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഞാൻ വെള്ളം പോലും കുടിക്കാതെ തന്നെയാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ജങ്കില്ല, പിന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാതെ ഞാൻ എൻ്റെ ഡയറ്റ് നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല രീതിയിൽ എനിക്ക് പ്രൗഡുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രോട്ടീനായിട്ട് സോയാബീൻ കഴിക്കണം, ചിക്കൻ എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ പ്രോട്ടീൻ പൗഡർ വാങ്ങി അത് കഴിക്കണം അങ്ങനെയില്ല. ഞാനിപ്പോൾ നടക്കാനാണ് പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് ശരീരം ക്ഷീണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന പോലത്തെ പ്രോട്ടീൻ മതി, അതുപോലെ ഈ പറയുന്ന പോലത്തെ ഫുഡ് എനിക്ക് ഓക്കെയാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എനർജി ലോസ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫുഡ് വേണം എടുക്കേണ്ടത്. ഞാനിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടാവും. അപ്പം നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ എടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് വർക്കൗട്ട് എടുക്കുക, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം.
കുടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ഫോളോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈവനിങ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് എടുക്കാം. നട്ട്സ് അല്ലെങ്കിൽ കടല, പയർ, അതെങ്കിലും പുഴുങ്ങിയത് കഴിക്കാം. നൈറ്റ് ആകുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കുറച്ച് മാത്രം കഴിച്ചിട്ട് കിടന്നുറങ്ങും. നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഫോളോ ചെയ്തതാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വേറെയും ടൈം കൂട്ടി കുറച്ചൊക്കെ ചെയ്യുന്നതൊക്കെ ഒരുപാടുണ്ട്. പിന്നെ 1 hour മാത്രം കഴിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കുറച്ച് എന്താ പറയുക ഹൈ ലെവലായിട്ട് എടുക്കുന്നെങ്കിലേ പറ്റുള്ളൂ. എന്തായാലും ഞാനത് ഫോളോ ചെയ്ത് ഞാനത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പോകുന്നില്ല. അത് നോർമലി ഒരു ആളുടെ ശരീരത്തിൽ അത് പെട്ടെന്ന് നമ്മൾക്ക് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാം. നാളത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് വെള്ളം, മീൻസ് ഗ്രീൻ ടീ, പിന്നെ എന്തെങ്കിലും കുക്കുംബർ ജ്യൂസ്, കാലറി അധികം ഇല്ലാത്ത ഫുഡ് അത് കഴിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും ഡയറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ കുക്കുംബറും നമ്മുടെ വാട്ടർമെലൺ അത് രണ്ടും നല്ല കാലറി ഇല്ലാത്തതാണ്. വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും. കാര്യം അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടുതൽ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ഫ്രൂട്ട്സിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുക്കുംബറും വാട്ടർമെലണും കഴിക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് തന്നെ കുടിക്കുക. ആ ഒരു ടൈം ഗ്യാപ്പിൽ വെള്ളം നന്നായിട്ട് കുടിച്ചിരിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയറ് ഫില്ലായിരിക്കും. നമുക്ക് പിന്നെ ഫുഡ് വേണം അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. പിന്നെ ഉറക്കം നല്ല രീതിയിൽ ഒരു 7 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ബുക്കെല്ലാം വായിക്കുക. ഒരു അത്യാവശ്യം കുറച്ച് നാളത്തേക്കൊന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. മൊബൈൽ ഫോണൊക്കെ ഒരുപാടൊന്നും യൂസ് ചെയ്യാതെ എല്ലാത്തിൽ നിന്നും ഒരു ചേഞ്ച് നമ്മൾ ഡയറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളെ ബോഡി മാത്രമല്ല നമ്മളെ മെന്റലി നമ്മളൊന്ന് റിഫ്രഷ് ആവുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഒന്നും ഓവർ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഡയറ്റ് എടുക്കുന്നെങ്കിലും അങ്ങ് ഡയറ്റ് എടുത്ത് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ലഞ്ച് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം ഇന്റർമിറ്റന്റ് ആണ്. നമ്മൾ കഴിക്കേണ്ട സാധനങ്ങൾ പ്രോപ്പറായിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലുള്ളതാവും. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് മാത്രമേ കുടിക്കുള്ളൂ. അങ്ങനെയല്ല, സോളിഡ് ഫുഡ് എന്തായാലും കഴിച്ചിരിക്കണം. ലിക്വിഡും സോളിഡും അങ്ങനെ രീതിയിൽ വേണം പോകാം. അല്ലാതെ ഫ്രൂട്ട്സ് ജ്യൂസ് സ്മൂത്തി മാത്രം കുടിക്കുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും അത് വരും. അതുകൊണ്ട് നമ്മൾ കഴിച്ചിരിക്കണം. പിന്നെ കാർബ്സ് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക. കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി ഒരുപാട് ഇലക്കറികളൊക്കെ കഴിച്ച് ഫൈബറൊക്കെ ആഡ് ചെയ്തൊക്കെ കഴിക്കുക. പിന്നെ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഫുഡൊക്കെ മാക്സിമം കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളോട് പറയും നമുക്ക് ഇത്രമാത്രം ഫാറ്റ് ഉണ്ട്, അത് കുറയ്ക്കണം, അത് ഹെൽത്തിന് പ്രോബ്ലം ആണ് എന്നെല്ലാം അവർ പറഞ്ഞു തരാം. അവർ പറയുന്ന അനുസരിച്ചുള്ള ഒരു ഡയറ്റ് മീലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അത് കുറച്ചും കൂടെ ഹെൽത്തി വെർഷൻ ആയിരിക്കും നമ്മൾ എടുക്കുമ്പോൾ. ഇപ്പോൾ ഞാനൊക്കെ യൂട്യൂബാണ് റെഫർ ചെയ്തത്. അതെനിക്ക് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു 100 ഒരു 60% അല്ലെങ്കിൽ ഒരു 80% എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു 20% അതാണ് ഈ പറയുന്ന പോലെ ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം. ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഞാൻ കുറഞ്ഞു, ഈ ഡ്രിങ്ക് മാത്രം കുടിച്ചിട്ടിരുന്നാൽ മതി എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാമെന്നാണെങ്കിൽ പിന്നെ കുറേ വെള്ളം മാത്രം അങ്ങ് കുടിച്ചാൽ മതിയല്ലോ. ഇതൊന്നും ആവശ്യം കുറേ ജങ്കൊക്കെ കഴിച്ചിട്ട് ഈ ഒരു വെള്ളം മാത്രം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരുന്നാൽ മതിയില്ല. എന്നാൽ പിന്നെ എല്ലാവർക്കും അത് എളുപ്പമായില്ല അങ്ങനെ കുടിക്കാനാണെങ്കിൽ. അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ വെറുതെ വെള്ളം കുടിക്കുന്ന അനുസരിച്ച് നമ്മളെ ഹെൽത്തിന് അത് എഫക്ട് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ഫുഡ് എടുക്കേണ്ട രീതിയിൽ ഫുഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ വണ്ണം കുറയും. ഡയറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോൾ അതിൽ അവർ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അവർ പറയുന്ന അനുസരിച്ചുള്ള ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ നമ്മൾക്ക് അത്രയും എക്സ്പെൻസ് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അതിൻ്റെ സോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കണം. അല്ലാതെ ഈ ജിമ്മിൽ പോകുമ്പോൾ ഈ ട്രെയിനർ പറയുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുക, എനിക്കത് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡയറ്റ് എടുക്കില്ല, അങ്ങനെയല്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഡയറ്റ് എടുത്ത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ ഇടയ്ക്ക് ചീറ്റ് മീൽ എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ചീറ്റ് മീൽ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് വേണം. ബാക്കിയുള്ള നേരത്തെ എടുക്കേണ്ടത് അത്രേ ഉള്ളൂ. ചീറ്റ് മീൽ എടുക്കുന്നതിൽ പ്രശ്നമില്ല. ചീറ്റ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും എന്താ പറയുക തിങ്കൾ തൊട്ട് ശനി വരെ വർക്കൗട്ട് ചെയ്തിട്ട് ഞായർ മാത്രം ചീറ്റ് മീൽ എല്ലാ ഞായറും ചീറ്റ് മീൽ എടുത്തുകൊണ്ടിരുന്നാൽ അതൊരു എഫക്റ്റീവ് ആയിരിക്കില്ല. ഇടയ്ക്ക് മാസത്തിൽ ഒരു തവണ എന്തെങ്കിലും ചീറ്റ് മീൽ എടുക്കുക. അതും ക്വാണ്ടിറ്റി കുറച്ച് നമ്മുടെ ആ ഒരു ക്രേവിങ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് നികത്താൻ വേണ്ടി മാത്രം ചീറ്റ് മീൽ എടുക്കാവുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ എടുക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഞാൻ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്തൊക്കെ ബോഡി ഷേമിംഗ് ആണ് ഫേസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.